നമസ്കാരം. പാർട്ടിക്ക് വേണ്ടി മരിച്ച സഖാവിന്റെ പേരിൽ ആദ്യം പണം പിരിക്കുന്നു. ബക്കറ്റ് പിരിവുമായി പോയി പലരിൽ നിന്നും പിരിച്ച പണം 6 വർഷത്തോളം എവിടെയെന്ന് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല. പിന്നാലെയാണ് ഈ പണം അത് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന് വേണ്ടി ഉപയോഗിക്കും എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് വന്ന 6 വർഷം കഴിഞ്ഞിട്ടും ഒരു കുട്ടിക്ക് പോലും ഈ പിരിച്ചെടുത്ത പണത്തിൽ നിന്നൊരു സ്കോളർഷിപ്പോ മറ്റു സഹായമോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അങ്ങനെ എവിടെയാണ് ആ തുക എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. ഇതിന് പിന്നാലെ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ സഖാവിന്റെ പേരിൽ പിരിച്ച പണത്തിൽ നിന്ന് ആരോ കൈയിട്ട് വാരിയിരിക്കുന്നു എന്ന പരാതി പുറത്തു വരുന്നു. ഇതിന് പിന്നാലെ ഇങ്ങനെ ഒരു പരാതിയെ ഉണ്ടായിട്ടില്ല, പാർട്ടിയിൽ നിന്ന് ഫണ്ട് ആരും തിരിമറിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ന്യായീകരണ ക്യാപ്സ്യൂളുമായി CPM നേതാക്കന്മാർ ഉൾപ്പെടെ രംഗത്തെത്തുകയാണ്. കുട്ടി സഖാക്കന്മാരുടെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അതായത് അഭിമന്യുവിന്റെ പേരിൽ ധനസമാഹരണം നടത്തിയിട്ടുള്ള കാര്യത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ അഭിമന്യുവിന്റെ പേരിൽ പിരിച്ചിരിക്കുന്ന പണവുമായി യാതൊരു പരാതികളും ഉയർന്നിട്ടില്ല, യാതൊരു തിരിമറിയും നടന്നിട്ടില്ല. സ്കോളർഷിപ്പ് എന്നുള്ള രീതിയിൽ കൃത്യമായി കുട്ടികൾക്ക് പണം വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളമാണ് എന്നും വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. അതായത് ഇപ്പോഴിതാ മാനവീയം തെരുവിടം കൾച്ചറൽ കളക്റ്റീവിന്റെ ട്രഷറർ സ്ഥാനം KSTA നേതാവായിട്ടുള്ള വ്യക്തി രാജിവെച്ചിരിക്കുകയാണ്. അഭിമന്യുവിന്റെ പേരിലുള്ള ധനസമാഹരണത്തിൽ സുതാര്യത ഇല്ലാത്തതിനാലാണ് ഇങ്ങനൊരു രാജി സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനസമാഹരണവുമായി ബന്ധപ്പെട്ട CPM-ല് പരാതി ലഭിച്ചിട്ടില്ല എന്ന നേതാക്കളുടെ വാദം ഇതോടെ പൊളിയുകയാണ്. മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട SFI പ്രവർത്തകൻ അഭിമന്യുവിന്റെ പേരിൽ ഫണ്ട് സ്വരൂപിച്ചതിൽ പരാതി ഉയർന്നതായി കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഫണ്ട് പിരിവ് തുടങ്ങിയിട്ടുള്ള 2018-ൽ സംഘടനയുടെ ട്രഷറർ ആയി തിരഞ്ഞെടുത്തിരുന്ന KSTA നേതാവ് ഇപ്പോൾ ആ സ്ഥാനത്ത് ഇല്ല എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഇത്ര കാലം കഴിഞ്ഞിട്ടും ഫണ്ട് വിനിയോഗിക്കാത്തതിൽ പ്രതിഷേധം ഉയർന്നതോടെയാണ് കഴിഞ്ഞ ദിവസം ഇവർ രാജിവെച്ചു എന്നുള്ള റിപ്പോർട്ട് പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ട്രഷറർ ഇല്ലാതെ സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെ നടക്കുന്നു എന്ന ചോദ്യം ഇതോടെ ഉയരുകയുണ്ടായി. ഫണ്ടിലേക്ക് പണം നൽകിയ ചിലരാണ് രസീതില്ലാതെ നടത്തിയിട്ടുള്ള ധനസമാഹരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് CPM ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകുന്നത്. പാർട്ടി അംഗങ്ങളും പുരോഗമന കലാ സാഹിത്യ സംഘം ഭാരവാഹികളുമായിട്ടുള്ള നേതാക്കൾ ഫണ്ട് പിരിവിന് മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നു. CPM-ൽ അംഗങ്ങളായിട്ടുള്ളവർ ഏത് സംഘടനയുടെ പേരിലായാലും രക്തസാക്ഷി ഫണ്ട് പണം പിരിക്കുന്നതിന് പാർട്ടിയുടെ അനുമതി വേണം എന്നുണ്ട്. ഇക്കാര്യത്തിൽ അതുണ്ടായിരുന്നില്ല എന്നാണ് സൂചന. നിരവധി പരാതികളും മാധ്യമ വാർത്തകളും ഒക്കെ വന്നതോടെ ഇതിന് പിന്നാലെ CPM ജില്ലാ നേതൃത്വം ഇടപെടുകയുണ്ടായി. ഇതേ തുടർന്ന് തെരുവിടം ഭാരവാഹികൾ 6.5 വർഷത്തിനു ശേഷം അഭിമന്യു എൻഡോൺമെന്റ് വിതരണം ചെയ്യുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. എന്തായാലും CPM-ന്റെ കള്ളക്കളികളും ഈ ബക്കറ്റ് പിരിവും ഒക്കെ പലതരത്തിലാണ് വിനിയോഗിക്കപ്പെടുന്നത്. അവർ പറയുന്ന കാര്യത്തിനൊന്നും ഇത്തരത്തിലുള്ള തുക ഉപയോഗപ്പെടുന്നില്ല എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ അഭിമന്യുവിന്റെ കേസിലും വരുന്നത്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് സ്വന്തം സഖാവിന്റെ പേര് പോലും നശിപ്പിക്കുന്ന രീതിയിലാണ് സ്വന്തം സഖാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബാധിക്കാനുള്ള പ്രധാന കാരണമായി മാറാനുള്ള സാധ്യതയാണ് എന്ന് CPM നേതാക്കന്മാർ ഓർത്താൽ നന്ന്. എന്തായാലും അഭിമന്യുവിന്റെ പേരിലുള്ള പണപ്പിരിവ് വലിയ വിവാദമാകാനുള്ള സാഹചര്യമാണ് സഖാക്കന്മാർ തന്നെ ഇപ്പോൾ നൽകിയിട്ടുള്ളത്.